നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദാണ്. നമസ്കാരം. നമസ്കാരം. അതെ, അപ്പോൾ ബസ്സിൽ ലൈംഗിക അതിക്രമം നടന്നു എന്ന പേരിൽ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിന് പിന്നാലെ ഷിംജിത എന്ന പെൺകുട്ടിക്കെതിരെ കേസ് ചുമത്തപ്പെട്ടിരുന്നു, മൊഴിയെടുത്തിരുന്നു. ഇപ്പോൾ ആ കുട്ടി ഒളിവിലാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് FIR രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. FIRലുള്ളത് 108 വകുപ്പ് മാത്രമാണ്, അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം. ഇപ്പോൾ IT വകുപ്പ് പ്രകാരമുള്ള കേസുകളൊന്നും തന്നെ അതിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഈ കേസ് ഫീബിൾ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഷിംജിത എന്ന പെൺകുട്ടിക്ക് പുറത്തേക്ക് വരാനുള്ള സാധ്യതയും അവിടെ കൂടുതലായി തന്നെയല്ലേ കാണുന്നത്? മേഘ, നമുക്ക് അങ്ങനെ കരുതേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. ഇപ്പോ ആത്മഹത്യാ പ്രേരണ കുറ്റം അത് ജാമ്യമില്ലാ വകുപ്പ് ആണ് എന്നൊക്കെ പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ സാധാരണഗതിയിൽ ഇത്തരത്തില് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായിട്ട് ചില ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില സമീകരണങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, കാനഡയിൽ നിന്ന് മെയിലിൽ പരാതി അയച്ചാൽ മതി, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു രാഷ്ട്രീയക്കാരനെ പാതിരാത്രിയിൽ വന്നാലും പോലീസ് ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. ആ വീഡിയോ കണ്ടിട്ടുള്ള ലക്ഷോപലക്ഷം മനുഷ്യർക്ക്, പല പ്ലാറ്റ്ഫോമുകളിലായി കണ്ടിട്ടുള്ള ലക്ഷോപലക്ഷം മനുഷ്യർക്ക് അറിയാം ആ ബസ്സിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ചെയ്ത ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമുക്കൊരു സെൽഫി വീഡിയോ എടുക്കണമെങ്കിൽ, ഇപ്പൊ എനിക്ക് എന്റെ ഒരു സെൽഫി വീഡിയോ എടുക്കുന്നതിനേക്കാൾ ഞാനും മേഘ നിൽക്കുന്ന ഒരു ഫ്രെയിമിൽ മേഘയും എന്നെയും കൂടെ വെച്ചുകൊണ്ടൊരു സെൽഫി വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ പുലർത്തേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകേണ്ട ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അത്രയും സ്പേസ് എടുത്തുകൊണ്ട് ഒരു പുരുഷനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സെൽഫി വീഡിയോ ഒരു പെൺകുട്ടി പകർത്തുന്നു എന്നതിന്റെ ലക്ഷ്യം തന്നെ അത് റീച്ചാണ് എന്ന്, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളാണെന്ന് ആർക്കും മനസ്സിലാകും. അത് അങ്ങനെ ഒരു ക്രൈം, ഒരു ആത്മഹത്യയിലേക്ക് ഒരു മനുഷ്യനെ നയിച്ച ഒരു ക്രൈമാണ്. അതിൽ പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് വളരെ ശുഷ്കാന്തിയോടെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നും പോലീസിനും ഇല്ല. അത് മുകളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടാകാനും സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഏറ്റവും വേദനയോടെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പുരുഷനും സ്ത്രീയും, സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ എതിരാളിയാണ് പുരുഷൻ എന്ന നിലയിലുള്ളൊരു വല്ലാത്ത മനോഭാവം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിട്ടുണ്ടോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് അങ്ങനെ ഒരു അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെ ആ നിലയ്ക്കായിരുന്നില്ല കാര്യങ്ങൾ. പക്ഷെ ഇപ്പോ ഒരുപക്ഷെ ഈ പുതിയ ന്യൂ മീഡിയയുടെ വരവും മൊത്തത്തിൽ സ്ത്രീകൾ എന്തൊക്കെയോ വല്ലാതെ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നില്ലെന്നോ പീഡിപ്പിക്കപ്പെടുന്നില്ലെന്നോ ഒന്നും ഒരിക്കലും ഒരു വാദവും നമുക്കില്ല. ഇപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ബസ്സിൽ നമ്മളിപ്പം പല സുഹൃത്തുക്കളോടും സംസാരിക്കുമ്പോൾ ബസ്സിൽ വെച്ച് തന്നെ അവര് അനുഭവിച്ചിട്ടുള്ള ഒത്തിരി മോശം സ്പർശങ്ങളെ കുറിച്ചോ ഒത്തിരി പീഡനങ്ങളെ കുറിച്ചോ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ പല നമ്മളുമായി ബന്ധപ്പെടുന്ന പെൺകുട്ടികളൊക്കെ പറയുന്നുണ്ട്. പലരും ഇപ്പോ ഞാൻ പേരുകൾ എടുത്തു പറയുന്നില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന പല ഗ്രൂപ്പുകളിലും അത് പെണ്ണിന്റെ അനുഭവം പെണ്ണിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമുക്ക് പുരുഷനൊരിക്കലും അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പൊ ഒരു ബസ്സിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾ പലപ്പോഴും മാനസികമായിട്ട് തന്നെ വല്ലാതെ തളർന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ കരഞ്ഞു പോയിട്ടുള്ള, അല്ലെങ്കിൽ അത്ര വലിയ വ്യഥയിലേക്കൊക്കെ പോയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് സ്ത്രീയുടെ മാത്രം അനുഭവങ്ങളാണ്. ചിലപ്പോൾ പുരുഷന് ഡിസ്കംഫർട്ട് അല്ലാത്ത ഒരു സ്പർശം ചിലപ്പോൾ സ്ത്രീക്ക് ഡിസ്കംഫർട്ട് ആയേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമ്മൾ അത്തരം സ്പർശങ്ങൾ താരതമ്യപ്പെടുത്തുന്നതെങ്കിൽ അതൊക്കെ ഒരിടത്ത് നിൽക്കുമ്പോഴും ഈ ബസ്സിൽ ഇങ്ങനെ പീഡനം നടക്കുന്നു, അല്ലെങ്കിൽ പൊതു ഇടത്ത് പീഡനം നടക്കുന്നു, അതെല്ലാം നമുക്ക് ഫോണിൽ പകർത്തി റീലാക്കിയോ അല്ലെങ്കിൽ വീഡിയോ ആക്കിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് റീച്ച് കൂട്ടുന്ന ഒരു രീതി നിലവിലുണ്ടല്ലോ. അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിലൊരു പങ്കുമുണ്ട്. ഇപ്പോ ഈ വീഡിയോയിൽ തന്നെ ഈ പെൺകുട്ടി പകർത്തിയ ഈ വീഡിയോ അല്ലെങ്കിൽ പ്രചരിപ്പിച്ച ഈ വീഡിയോ ആദ്യഘട്ടത്തിൽ അവർ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്തു തോന്നുന്നു. പിന്നീട് വീണ്ടും റീ എഡിറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് വീണ്ടും അത് പോസ്റ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ വീണ്ടും ഷെയർ ചെയ്തവരൊക്കെ പലരും 90% പേരും ഇത് നെഗറ്റീവ് കമന്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവായ അവരുടെ വാചകങ്ങൾ ചേർത്തിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തത്. ഇവർ റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നതാണ്. പക്ഷേ അപ്പോൾ സംഭവിച്ചത് ഈ വീഡിയോ ഇങ്ങനെ പിന്നെയും പതിനായിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക് ഇങ്ങനെ പറക്കുകയായിരുന്നു. അത് ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ, ഇപ്പൊ സ്ത്രീകൾ പൊതുവെ നമ്മൾ പറയാറുണ്ട്, സ്ത്രീകൾക്ക് അത്ര ഈ മാനസികമായിട്ട് പെട്ടെന്ന് തകർന്നു പോകുന്നവരാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് കൃത്യമായിട്ടും നമ്മൾ എഴുതി വെക്കപ്പെട്ട നിയമം ഒന്നുമില്ലല്ലോ. സ്ത്രീകൾക്ക് ചിലപ്പോ
താങ്ങാൻ പറ്റുന്നതിന്റെ അത്രയും പോലും ചിലപ്പോൾ പുരുഷന് താങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഏതായാലും പറഞ്ഞു. പക്ഷേ ഇതിലുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയപരമായുള്ള അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഒരു കാര്യത്തിലും പ്രതികരിച്ചിട്ടില്ലാത്ത, ഒരു കാര്യത്തിലും ഒരു പൊതുബോധവും ഒരു നിലപാടും ഇല്ലാത്ത മനുഷ്യർ പോലും ഇനി ബസ്സുകളിൽ ഇങ്ങനെ ചിത്രീകരിക്കാനേ പാടില്ല എന്നുള്ള തരത്തിൽ പല പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ജെന്യുവിൻ ആയിട്ടുള്ള പരാതികൾ, അങ്ങനെയുള്ള പരാതികളെ പോലും ഷട്ട് ഡൗൺ ചെയ്യുന്ന തരത്തിലുള്ള വലിയൊരു നറേറ്റീവ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയല്ലേ? അതൊരു വശമാണ്. പക്ഷെ അത് മേഘ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇത് സത്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ജീവൻ നഷ്ടമായ സംഭവമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിലും പൊതുബോധം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പൊതു മനസ്സ് അല്ലെങ്കിൽ പൊതു നിലപാട് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലുള്ള ഒരു നിലപാട് രൂപപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഈ വിഷയത്തിൽ സത്യത്തിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ ആ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ ആ ബസ്സിൽ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ വല്ലാത്ത മാനസിക സംഘർഷം ഉണ്ടായതായിട്ടൊന്നും ആ ദൃശ്യം കാണുന്ന നമുക്കൊന്നും ബോധ്യപ്പെടുന്നില്ല. മറിച്ച് ഞാനത് വിശദീകരിക്കണ്ടല്ലോ, ഒരുപാട് പേര് വിശദീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഞാനിനി അതിലേക്ക് പക്ഷേ ഞാൻ അതിൽ എന്റെ ടേക്ക് പറയട്ടെ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നി. അതിൽ അയാൾ ആ പെൺകുട്ടിയെ ടച്ച് ചെയ്യുന്നതായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എൻ്റെ പക്ഷമാണ്. അദ്ദേഹം ഇപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം മരിക്കേണ്ട ആളൊന്നുമല്ല. എത്ര വലിയ തെറ്റ് ചെയ്താലും അദ്ദേഹം മരിക്കേണ്ട ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ ടച്ച് മോശമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അതിപ്പോ നമ്മൾ ഒന്നാമത് അതൊരു മൊബൈലിൽ എടുത്ത ദൃശ്യമാണ് മേഘ. അതിൽ ഞാനിപ്പോ അതുമായി ബന്ധപ്പെട്ട് തർക്കിക്കാൻ നിന്നാൽ നമുക്ക് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതായത് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ആ ബസ്സിൽ അത്രയും ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ അത്യാവശ്യം വലിയ തിരക്കുള്ള ബസ് അല്ലെങ്കിലും കുറച്ച് തിരക്കുള്ള ബസ്സാണ്. ആദ്യം ആ പെൺകുട്ടി ഒരു സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അപ്പൊ ആ ദൃശ്യങ്ങളിൽ നമുക്ക് ആ മനുഷ്യൻ ഈ പെൺകുട്ടിയുടെ ഫ്രണ്ടിൽ, പെൺകുട്ടി നിൽക്കുന്നതിന്റെ ഫ്രണ്ടിൽ ആ മനുഷ്യൻ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ആംഗിളിൽ ഒന്നും കിട്ടാത്തത് കൊണ്ട് അടുത്ത ആംഗിളിലേക്ക് ആ ഫോൺ കൊണ്ടുവച്ചിട്ട് അടുത്ത ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഞാൻ ഒരു അത്തരത്തിലൊരു കാര്യം ഇപ്പൊ എനിക്ക് ഇപ്പോ ഒരാളുമായി ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കണമെങ്കിൽ ചിത്രീകരിക്കാം. പ്രത്യേകിച്ച് ബസ്സിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ 100,000 കാര്യങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരായിരിക്കാം. അയാളൊരു സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോവായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ അത് ഇഴകീറി പരിശോധിച്ച് അതിൽ അയാൾ ഇനി ആ സ്ത്രീയെ സ്പർശിച്ചു, ഒരുപക്ഷെ അയാളുടെ കൈ കൊണ്ട് എന്തായാലും കടന്നു പിടിക്കുകയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അയാളെ ഇപ്പൊ ഒരു തൊട്ടു പിറകിൽ നിൽക്കുന്ന സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിൽ അയാളുടെ കൈ അവരുടെ ഏതെങ്കിലും ശരീരഭാഗത്ത് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാറി നിൽക്കാം, അല്ലെങ്കിൽ മാറി നിൽക്കൂ ചേട്ടാന്ന് പറയാം, അല്ലെങ്കിൽ മാറി നിൽക്കണമെന്ന് പറയാം, ഏത് നിലയ്ക്കും പറയാം. അല്ലെങ്കിൽ പോട്ടെ, ബസ് കണ്ടക്ടറുണ്ട്, ബാക്കിയുള്ള സഹയാത്രികരുണ്ട്, ഇവരോടൊക്കെ പറയാം. അപ്പോഴേ അത് വീഡിയോ എടുക്കുവാണോ? ഒന്നാമത് നമുക്ക് മറ്റൊരാളുടെ വീഡിയോ എടുക്കാനുള്ള അവകാശം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ ഇപ്പോൾ സൈബർ ബുള്ളിയിങ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള ലൈംഗിക അതിക്രമം ആയാൽ തന്നെയും നമ്മളൊരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ തെളിവുണ്ടോ എന്നാണ് ചോദിക്കുക. പൊതുസമൂഹമായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, എന്ത് തെളിവാണ് നിങ്ങളുടെ പക്ഷത്ത് ഉണ്ടാവുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു അതിക്രമം നടന്ന ആ പെൺകുട്ടി പറയുന്നത് നിരന്തരമായി അയാൾ ഇങ്ങനെ മോശമായി സ്പർശിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, അവസാനമാണ് വീഡിയോ എടുത്തത് എന്ന് പറയുന്നു. അവസാനം ചോദ്യം ചെയ്തപ്പോൾ അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ തെളിവുണ്ടാക്കേണ്ട ബാധ്യത ഈ ഇരയ്ക്കൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ എടുക്കാൻ എനിക്കൊന്നും സ്ത്രീകൾ നിർബന്ധിതരാവുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയാണോ? നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അങ്ങനെ ഒരു പൊതു ഇടത്തൊരു സ്പർശം ഉണ്ടായാൽ ആദ്യം നമ്മൾ വീഡിയോ എടുക്കുക എന്നുള്ളതാണോ അതിന്റെ ആദ്യ പ്രതികരണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഏത് പെൺകുട്ടിയും അങ്ങനെ ആയിരിക്കുമോ ചെയ്യുക? ആദ്യം തന്നെ മൊബൈൽ ഓണാക്കി അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുക ആയിരിക്കില്ല ചെയ്യുക. നമുക്ക് മാനസികമായ ആഘാതം ഉണ്ടാകുന്ന ഒരു സ്പർശം അല്ലെങ്കിൽ അത് എന്ത് തരത്തിലുള്ള സംഭവമാകട്ടെ, അത് ആ സമയത്ത് ചിലപ്പോൾ പ്രതികരിക്കാൻ പോലും പറ്റാത്ത പെൺകുട്ടികൾ ഉണ്ടാകാം. പ്രതികരിക്കാൻ പോലും പറ്റാത്ത പെൺകുട്ടികൾക്ക് ഒരു കാരണവശാലും ഈ ഫോണൊന്നും എടുത്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. അവരവിടെ ഒന്നുകിട്ടൊന്ന് ശബ്ദം ഉയർത്തുകയോ ഒച്ച വയ്ക്കുകയോ ഒക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യുക. അപ്പോ ഇപ്പൊ മേഘ പറഞ്ഞതുപോലെ തെളിവുണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബസ്സിൽ ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിൽ മോശമായൊരു സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തെളിവ് ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ആ പെൺകുട്ടി ആ ബസ്സിൽ തന്നെ സഹയാത്രികരോട് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പ്രതികരിക്കാത്ത സംഭവങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും സാധാരണ നമ്മളൊക്കെ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് സാധാരണ ഒരു സ്ത്രീ ചെയ്യുക, അല്ലെങ്കിൽ പെൺകുട്ടി ചെയ്യുക, അയാളോട് തന്നെ നേരിട്ട് ആ സമയത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ
സംസാരിക്കുക. അത്ര വലിയ ഒരു ഷോക്ക് അല്ല, അല്ലെങ്കിൽ ഒരു സ്പർശം മാത്രമാണ് ഉണ്ടായത്. അത് ചിലപ്പോൾ തെറ്റിദ്ധാരണയുമാകാമല്ലോ. ഇനിയിപ്പോ അദ്ദേഹം എന്തുദ്ദേശിച്ചാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനുശേഷം ഈ പെൺകുട്ടി നടത്തിയ പ്രതികരണങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു നോക്കൂ. ഏഷ്യാനെറ്റ് ന്യൂസിനാണെന്ന് തോന്നുന്നു, ന്യൂസിനോടാണ് ഈ പെൺകുട്ടി ആകെ സംസാരിച്ചിട്ടുള്ളത് ഈ സംഭവത്തിന് ശേഷം. ആ സമയത്ത് ഈ പെൺകുട്ടി പറയുന്നത് വടകരയിൽ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷനും ഇല്ല. അതൊക്കെ പോലെ ഇതൊക്കെ കഥയായിക്കൂടെ. ഈ സംഭവം ഇയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പെൺകുട്ടിക്ക് ഈ പിടിച്ചു നീക്കണമെന്ന് പറയുന്നത് പോലെ അവര് പറയുന്ന കാര്യങ്ങളുമായിരിക്കാം. ബസ് നിർത്തിയപ്പോൾ ഇദ്ദേഹം വേഗത്തിൽ ഓടിപ്പോയെന്നോ നടന്നു പോയെന്നോ ഒക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഈ ചെറുപ്പക്കാരനെ കുറിച്ച്, ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരും ഒരു മോശപ്പെട്ട അഭിപ്രായം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ തൊഴിലുടമയാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, അവരൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. ഞാൻ ആലോചിച്ചു, ഒരു മനുഷ്യൻ ഇത്രയും ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനായി പോയല്ലോ ഇയാളെന്ന്. ആ അമ്മ ഇപ്പോഴും വാവേ വാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കരഞ്ഞ് നിലവിളിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഇന്നും അവർ തളർന്നു കിടന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നിരാലംബനായ ഒരു അച്ഛൻ. നമ്മളിപ്പോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതൊക്കെയാണ് മറുവശം എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ. ഒരു കുടുംബം, അതും ഈ ആളിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചത് ഒരു കുടുംബം, അയാൾക്ക് കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ എല്ലാവരും അങ്ങ് എല്ലാവരുടെയും അത്താണി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു മനുഷ്യൻ ഇല്ലാതായി പോവുകയാണ്. നമ്മൾ അതിനകത്ത് പിന്നീട് എന്ത് ന്യായീകരണം നിരത്തിയിട്ടും പൊതുസമൂഹത്തിൽ അത് ദഹിക്കുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇപ്പൊ ഞാൻ പല വീഡിയോകളിൽ നമ്മൾ ആ പെൺകുട്ടിയുടെ ഭൂതകാലം അന്വേഷിച്ച് പോവുകയോ അല്ല അങ്ങനൊന്നുമല്ല. എങ്കിലും ഇവര് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് ബസ്സിൽ പീഡനം നടന്നു എന്നുള്ള വീഡിയോ അല്ല, അതുപോലെയുള്ള ഈ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമം അവർ വല്ലാതെ നടത്തിയിരുന്നു എന്ന നിലയിലൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. മേഘ പറഞ്ഞ ഒരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അതായത് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അയ്യോ മറ്റേയാൾ ആത്മഹത്യ ചെയ്തതുപോലെ ഞങ്ങൾക്ക് ഇനി പരാതി പറയാൻ പോലും പറ്റത്തില്ലേ, സമൂഹം ഇനിയിപ്പോ എന്ത് വിചാരിക്കും എന്ന ഒരു ചിന്ത ഉണ്ടാകുമോ എന്ന പൊതുവായ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭയം എന്ന് പറയുന്ന ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുമ്പോൾ തന്നെ ഇത് പ്രോത്സാഹിപ്പിക്കാനും പറ്റുന്ന ഒന്നല്ലല്ലോ മേഘ. അതായത് ഇനിയും ഇതിങ്ങനെ ആവർത്തിക്കട്ടെ, അല്ലെങ്കിൽ ബസ്സിലോ പൊതു ഇടങ്ങളിലോ എവിടെയാവട്ടെ പീഡനം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പീഡനം നടന്നു എന്ന് പെൺകുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ മറ്റേ ആളുടെയും കൂടി ഫോട്ടോ വീഡിയോയും എടുത്ത് സെൽഫിയും എടുത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് കുടുംബങ്ങൾ ഇല്ലാതെയാക്കുക, മനുഷ്യരുടെ ജീവിതം ഇല്ലാതെയാക്കുക. അത് ആവർത്തിക്കാനും പാടില്ല. അപ്പൊ അതിനകത്തൊരു ബാലൻസിങ് തന്നെ കൃത്യമായിട്ടും വേണം എന്നുള്ളതാണ് തോന്നുന്നത്. അതിൽ പെൺകുട്ടികൾ ബസ്സിൽ പീഡിപ്പിക്കപ്പെടുന്നില്ലെന്നോ അല്ലെങ്കിൽ പൊതുവിടങ്ങളിലെ പെൺകുട്ടികളെല്ലാം, കേരളത്തിലെ പെൺകുട്ടികളെല്ലാം സുരക്ഷിതരായി നടക്കുന്നു എന്നൊന്നും ഒരു അഭിപ്രായവുമില്ല. അത് നമുക്ക് ഇപ്പോ മേഘയുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും, എന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകും, നമ്മുടെ കുടുംബക്കാരുണ്ടാകും, വീട്ടുകാരുണ്ടാകും. നമ്മൾ പലതരത്തിൽ അങ്ങനെ യാത്രകളിൽ നമുക്ക് പലർക്കുമൊപ്പം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ നമുക്കറിയാവുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ എന്ന് തന്നെയാണ്. പക്ഷെ അത് കൈകാര്യം ചെയ്യേണ്ട രീതി ഇങ്ങനെയാണോ എന്ന വളരെ ഗൗരവപ്പെട്ടൊരു ചോദ്യമാണ് ഈ സംഭവം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിന് രണ്ട് വശമുണ്ട്. അത് ബസ്സിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ല, അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടി, അതിൽ ഈ പെൺകുട്ടി ചെയ്തത് ഈ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആ പെൺകുട്ടി ചെയ്തത് വലിയൊരു സാമൂഹ്യമായ ഒരു ക്രൈം കൂടിയാണ്. കാര്യം ഈ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾക്ക് പഴയതുപോലെ പൂർവാധികം ആർജവത്തോടെ ശബ്ദിക്കാനുള്ള ഒരു അവസരം ഇല്ലാതെയാക്കുന്ന ഒരു പരിപാടി കൂടി ആ പെൺകുട്ടി സ്വന്തം റീച്ചിന് വേണ്ടി ചെയ്തു വെച്ചു. അതേസമയം അതെ, അപ്പോൾ ഈ കേസിന്റെ ഗതി എങ്ങനെയാകുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? എനിക്ക് അങ്ങനെ ഈ കേസിന്റെ വിധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പെൺകുട്ടിയുടേതായ ന്യായീകരണങ്ങൾ സ്വാഭാവികമായിട്ടും നിരത്തും. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ഇഴകേറിയ ഒരു പരിശോധനയിൽ പെൺകുട്ടി ജയിലിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, ഇപ്പൊ മുൻപ് ജാമ്യമില്ലാ വകുപ്പ് എന്നൊക്കെ പറയുമ്പോഴും അറിയില്ല അത് ഏതു തരത്തിലാണ്. ഇപ്പൊ പോലീസ് ഏതു തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഈ FIR എഴുതുക. ഇപ്പൊ FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അതില് മേഘ പറഞ്ഞ വകുപ്പാണല്ലോ ഈ അതായത് ആത്മഹത്യാ പ്രേരണയാണ്. അതിനപ്പുറത്തേക്ക് IT ആക്ടുകൾ അടക്കം അതിൽ വരേണ്ടതാണ്. അത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു വിടാനുള്ള കേസാണെന്നാണ് തോന്നുന്നത്. കാര്യം അയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ച് വീഡിയോ പകർത്തി പ്രചരിപ്പിച്ചു എന്ന് നമുക്ക് വാദമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ സ്വന്തം റീച്ചിന് വേണ്ടിയും ഒരു 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 പ്രത്യേകതരം മാനസിക വൈകൃതമാണത്. അങ്ങനെ ഒരു മാനസിക വൈകൃതത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചൊരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കുന്നതിലേക്ക് പോയത്.
അപ്പൊ ഈ സീക്കിംഗ് പബ്ലിക് അറ്റൻഷൻ നമ്മൾ പറയുന്നത് പോലെ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവരിപ്പോ ഒരു റീൽ ഇട്ടിട്ട് അതില് ഒരു 1 ലക്ഷം വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ, 100K കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അവരിടാൻ പോകുന്നത് 1 മില്യൺ അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതിലൂടെ അവര് സ്വയം ഉണ്ടാക്കുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് അവർ തന്നെ വിചാരിക്കുന്നു, ഞാൻ എന്റെ വീഡിയോകളിലൂടെ സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. എന്നിട്ട് എല്ലാവർക്കും കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഉള്ള പേരുമാണല്ലോ. ഇപ്പൊ എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അത് മോശമാണെന്നല്ല, പക്ഷെ ഇത്തരത്തിൽ വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിനു മുമ്പും ബസ്സിൽ പീഡനവുമായി ബന്ധപ്പെട്ട് എത്രയോ വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോ അതിലൊക്കെ ഉള്ളൊരു പ്രശ്നം. ഇപ്പൊ മാധ്യമങ്ങൾ, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ചെയ്തൊരു വല്ലാത്തൊരു തെണ്ടിത്തരത്തിനെ കുറിച്ച് ഇന്നിപ്പോ ചർച്ചയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവർ ഈ വിഷ്വൽ കൊടുത്തപ്പോ ഈ പെൺകുട്ടിയുടെ മുഖം ബ്ലർ ചെയ്ത് കൊടുക്കുന്നു, അയാളിന്റെ മുഖം ബ്ലർ ചെയ്യാതെയും കൊടുക്കുന്നു. അതായത് ഒരാളിന്റെ വീഡിയോ എടുത്ത് അയാളിന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിയ പെൺകുട്ടി, അവരെന്താ അതിജീവിതയാണോ എനിക്കറിയില്ല. അതിജീവിതയുടെ ആണെങ്കിൽ അതിജീവിയുടെ മുഖം കാണിക്കുന്നതിനകത്ത് നമ്മളൊരു സോഷ്യൽ കൺസ്ട്രക്ട് ഉണ്ടല്ലോ, ഒരു ആണും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്ത്രീയുടെ പക്ഷത്ത് തെറ്റുണ്ടോ, ഭാഗികമായ തെറ്റുണ്ടോ എങ്കിൽ പോലും കൂട്ടമായി ആക്രമിക്കാനുള്ള ഒരു പ്രവണത സമൂഹം കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളുടെ മുഖം ബ്ലർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാധ്യമങ്ങൾ പോകുന്നത് എന്നാണ് എന്റെ പക്ഷം. അല്ല, അതിപ്പോ ഇങ്ങനെയുള്ള കേസുകളിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം ഒരു ചോരക്കുഞ്ഞിനെ മറ്റേ കടൽ ഭിത്തിയിൽ അടിച്ചു പോകുന്ന അമ്മയുടെ മുഖവാരം ബ്ലർ ചെയ്യാറില്ല. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്ത്രീകളുടെ ഒന്നും മുഖവാരം ബ്ലർ ചെയ്യാറില്ല. ഈ കേസിലും എനിക്ക് തോന്നുന്നു അവരൊരു വല്ലാത്തൊരു ക്രിമിനൽ പ്രവൃത്തിയാണ് ചെയ്തത്. പിന്നെ അവരുടെ മുഖം പിന്നെയും ബ്ലർ ചെയ്യുന്നതിലൂടെ സമൂഹത്തിന് കൊടുക്കുന്ന മറ്റൊരു മെസ്സേജാണ്. അത് പോട്ടെ, അതിപ്പം ഓരോ മാധ്യമങ്ങളുടെയും അവരുടെ ശരി തെറ്റുകൾ, അതിന്റെ ആ ബാലൻസിങ് ഒക്കെ ആയിരിക്കും അവർ നോക്കുക. ഇത് ഇത്തരം അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു നടിയാണ്, ഒരു സ്ത്രീ തന്നെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വല്ലാത്ത പ്രഹസനമാണ് ഈ ചാനലുകൾ കാണിക്കുന്നത്. ഏതായാലും ഒരിടത്ത് നിരാലംബമായി പോയ ഒരു കുടുംബമുണ്ട്. അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഈ അന്വേഷണം ഇനി വലിയ ഗൗരവത്തിൽ പോകുമെന്നും നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കാനും പോകുന്നില്ല. കാര്യം ആ പെൺകുട്ടി പറയുകയാണ്, എനിക്ക് അങ്ങനെ മോശപ്പെട്ടൊരു അവസ്ഥ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അതിനകത്ത് അവർക്ക് പിടിച്ചു നീക്കാനുള്ള വകുപ്പുകൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അവരിനി വിദേശത്തേക്ക് രക്ഷപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യചിഹ്നങ്ങൾ ഇട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോ നമുക്കറിയില്ല അത് കേസ് എങ്ങനെ പോകും നമുക്കറിയില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ഏത് സമൂഹത്തിൽ ജീവിച്ചാലും ഈ കഴുകിക്കളയാൻ പറ്റാത്ത കറ എന്ന് പറയുന്നത് പോലെ അവരത്രയും ഈ പറയപ്പെടുന്നത് അവർ ഉദ്ദേശിച്ചത് റീച്ച് ആണെങ്കിൽ അത് ഗംഭീരമായി കിട്ടിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക്, ഇവരുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ സ്ത്രീയുടെ മുഖം കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിലേക്കുള്ള റീച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ നിലവിലേതെങ്കിലും സിനിമ നടിമാർക്ക് പോലും ഇല്ലാത്ത റീച്ചാണ് അവർക്ക് കിട്ടിയത്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതെ. അപ്പോൾ ദീപക്കിന് വേണ്ടി നിയമസഹായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ധനസഹായവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഷിംജിത ചെയ്ത തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ ആ തെറ്റ് തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ എന്തായിരിക്കും കേസിന്റെ ഗതി എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും വ്യക്തതയില്ല. എന്ത് തന്നെയായാലും നീതി ലഭിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതെ, കൃത്യമായിട്ടും അതില് ഒറ്റപ്പെട്ടു പോയൊരു കുടുംബമുണ്ട്, വല്ലാതെ ആക്രമിക്കപ്പെട്ടു പോയൊരു കുടുംബമുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതിൽ അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹം അത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. കാര്യം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അയാൾക്ക് പിറ്റേ ദിവസം മുതൽ ചിലപ്പോൾ വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും, ഈ പെൺകുട്ടിയെ എയറിലാക്കാൻ വേണ്ടിയായിരിക്കും വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ വീഡിയോ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഇപ്പൊ ഇത് വല്ലാത്തൊരു പാഠമാണ് നമുക്ക്. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന, സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തില് ഷെയറിംഗ് ഒക്കെ നടത്തുന്ന എല്ലാവർക്കും സത്യത്തിൽ ഇത് കൃത്യമായിട്ടൊരു പാഠം കൂടിയാണ്. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത് സംഭവിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ എന്നുള്ളത്. അല്ലെങ്കിൽ ഓരോരുത്തർക്കും, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ. ഇനിയിപ്പോ സ്ത്രീ മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പുരുഷനും ഷൂട്ട് ചെയ്യാറില്ല. അങ്ങനെ ഇല്ലാതൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം രസകരമായ വീഡിയോ കണ്ടിരുന്നു. കുറച്ച് പ്രായമുള്ള ഒരു അപ്പൂപ്പൻ ഒരു ബസ് കയറിയിട്ട് ഫോൺ ഓൺ ചെയ്ത് നിൽക്കുകയാണ്. ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൽ ഈ ഇരയാക്കപ്പെടുന്നയാളുടെ സ്ഥാനത്ത് നിൽക്കുന്നവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ സുഹൃത്തുക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ അതിന്റെ ഒരു വേദനയും ദുഃഖവും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് മേഘ പറഞ്ഞതുപോലെ ആ കുടുംബത്തെ സഹായിക്കാൻ നിയമപോരാട്ടം, നിയമസഹായം എന്ന നിലയിൽ മാത്രമല്ല സാമ്പത്തികമായി കൂടി ആ കുടുംബത്തെ സഹായിക്കാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. അതിന് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് നേഷൻ ഫസ്റ്റും എടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. മേഘ. അതെ, ശരി. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഓക്കെ, താങ്ക് യു.
നന്ദി.